ഹലോ ഫ്രണ്ട്സ്, ഞാൻ ആദം. വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഉറക്കമില്ലായ്മ ഒരു പ്രശ്നമായ ഹോളിക്ക് രാവിലെ ഉറക്കമുണർന്ന ഭർത്താവായ റോബിൻ്റെ സ്നേഹപ്രകടനങ്ങൾക്കൊടുവിൽ ഇന്നത്തെ ഗുളികളെല്ലാം കഴിച്ച് നേരെ അടുക്കളയിൽ തൻ്റെ അമ്മയോട് ഗൗരവമുള്ള ഒരു കാര്യം സംസാരിക്കുമ്പോഴാണ് മകൻ്റെ അസഭ്യ സംസാരത്തിനുള്ള ഉത്തരവും നൽകി. അതോടൊപ്പം അവനെ ഒന്ന് ഉപദേശിക്കണമെന്ന് വിചാരിച്ചെങ്കിലും ഒന്നും മിണ്ടാതെ നേരെ റൂമിലേക്ക് പോയി തൻ്റെ ഭർത്താവിനെ റെഡിയാകുന്നതിനൊന്ന് സഹായിച്ച് തൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ഒന്ന് ധരിപ്പിച്ചെങ്കിലും റോബ് അതൊന്നും ചെവിക്കൊള്ളാതെ എന്തെല്ലാമോ കാണിച്ചു കൂട്ടി ജോലിക്ക് പോകുന്നു. എല്ലാവരെയും യാത്രയാക്കി ഹോളി തൻ്റെ മകനെയും കൂട്ടി സ്കൂളിലേക്ക് പോകുകയാണ്. ഹോളി ഒരു ഇംഗ്ലീഷ് അധ്യാപികയാണ്. അങ്ങനെ ഇന്നത്തെ ദിവസത്തെ ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നു. വൈകി വന്ന റോബിനോട് തൻ്റെ ഉറക്കമില്ലായ്മയും മറ്റ് പ്രശ്നങ്ങളും പറഞ്ഞപ്പോൾ അതെല്ലാം തൻ്റെ ഗുളികയുടെ പ്രശ്നമാക്കി പറഞ്ഞു പോകുന്നു. രാത്രിയിലെ ഉറക്കമില്ലായ്മയുടെ വിഷമം നല്ലവണ്ണം അനുഭവിച്ച് തൻ്റെ ഭർത്താവിനെയും മക്കളുടെയും കാര്യങ്ങളെല്ലാം നോക്കി ഹോബി അടുത്ത ദിവസം സ്കൂളിലേക്ക് വരുന്നു. താൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോൾ എന്ന കുട്ടി തന്നെ നോക്കിയിരിക്കുന്നതായി ഹോളി ശ്രദ്ധിക്കുന്നു. അതൊന്നും കാര്യമാക്കാതെ ജോലിയെല്ലാം കഴിഞ്ഞു ഭർത്താവായ റോബ് ജോലി ചെയ്യുന്ന സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി സാധനങ്ങളൊക്കെ വാങ്ങുന്ന ഹോളി. എല്ലാം കഴിഞ്ഞ് ബില്ലടിക്കുവാൻ വന്നപ്പോൾ രാവിലെ ക്ലാസ് റൂമിൽ തന്നെ ശ്രദ്ധിച്ച പോൾ അവനോട് കാര്യങ്ങളെല്ലാം സംസാരിച്ച് നേരെ ഹോളിയുടെ അപ്പൻ്റെയും അമ്മയുടെയും വീട്ടിലേക്ക് പോകുന്നു. തൻ്റെ പ്രശ്നങ്ങളെല്ലാം മാതാപിതാക്കളോട് പറഞ്ഞപ്പോൾ മരുമകനായ റോബിനെ ന്യായീകരിച്ചു പറയുന്നു. ദേഷ്യത്തോടെ വീട്ടിലെത്തിയ ഹോളിയെ കുറ്റപ്പെടുത്തുവാൻ റോബും തയ്യാറാകുന്നു. അടുത്ത ദിവസം ഹോളി ക്ലാസ്സിൽ നിന്ന് പോളിൻ്റെ കയ്യിൽ നിന്ന് ഒരു ഡ്രോയിങ് ബുക്ക് പിടിച്ചു വാങ്ങുന്നു. അതിൽ അവൻ വരച്ച ഓരോ പടങ്ങളും ഹോളിയെ വീണ്ടും അതിലേക്ക് ആർത്തിയോടെ നോക്കുന്നതിന് പ്രേരിപ്പിക്കുന്നു. ഈ നിമിഷം റോബിൻ്റെ ഒരു ഫോൺ കോൾ വരുന്നു. മനസ്സിൽ നൂറുകൂട്ടം ചോദ്യങ്ങളുമായി ഹോളി വീട്ടിലേക്ക് മടങ്ങുന്നു. ക്ഷമ ചോദിക്കുവാൻ കാത്തുനിന്ന ടീച്ചറിൻ്റെ അവസ്ഥ കണ്ട് ഒന്നും മിണ്ടാതെ പോളും അവിടെ നിന്ന് പോകുന്നു. വീട്ടിലെത്തിയ ഹോളി തന്നോടൊപ്പം കരുതിയ പോളിൻ്റെ ബുക്ക് ഹോളി രാത്രിയിൽ മറച്ചു നോക്കുന്നു. അടുത്ത ദിവസം ഉറക്കമില്ലായ്മയുടെ വിഷമം മതിവരുവോളം അനുഭവിച്ച് ഹോളി എണ്ണിക്കുന്നു. അടുക്കളയിലേക്ക് വന്നപ്പോൾ ഹോളി തൻ്റെ സഹോദരിയായ ക്ലോഡിയെ കാണുന്നു. അവളോട് തൻ്റെ പ്രശ്നങ്ങൾ പറയാമെന്ന് വിചാരിച്ചെങ്കിലും ക്ലോഡിയ ഭർത്താവിനെയും മകനെയും ന്യായീകരിക്കുന്നത് കണ്ടപ്പോൾ ഹോളിക്ക് ക്ലോഡിയോട് വലിയ ദേഷ്യമുണ്ടാകുവാൻ തുടങ്ങി. കുറച്ചു ദിവസങ്ങളായി ഭർത്താവിൻ്റെ സ്വഭാവത്തിൽ സംശയം തോന്നിയ ഹോളി ഒന്നും പറയാതെ സൂപ്പർ മാർക്കറ്റിലേക്ക് വരുന്നു. ഈ നിമിഷം റോബ് ഒരു ചെറുപ്പക്കാരിയുമായി ശാരീരബന്ധത്തിൽ ഏർപ്പെടുന്നത് കാണുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ ഹോളി സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി കാറിലിരിക്കുന്നു. ഈ നിമിഷം അവിടേക്ക് പോൾ വരുന്നു. ടീച്ചർ എന്താണ് കണ്ടതെന്ന് നല്ല ബോധമുള്ള പോൾ അവസരം മുതലാക്കുവാൻ ശ്രമിക്കുന്നു. ഉറക്കമില്ലായ്മയും അതോടൊപ്പം പോളിൻ്റെ പുസ്തകത്തിൽ കണ്ട പടങ്ങളും അതോടൊപ്പം തൻ്റെ ഭർത്താവിൻ്റെ താല്പര്യമില്ലായ്മ എല്ലാം കൂടെ ആയപ്പോൾ ഹോളിയുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ കൈവിട്ടുപോയി. പെട്ടെന്നൊരു തിരിച്ചറിവ് വന്നപ്പോൾ ഹോളി പോളിനെ കാറിൽ നിന്ന് പുറത്താക്കി അവിടെ നിന്ന് പോകുന്നു. വീട്ടിലെത്തിയ റോബ് സ്ഥിരമായി ചെയ്യുന്ന കുറ്റപ്പെടുത്തലും വഴക്കു പറച്ചിലും ഇന്നും ഹോളിയോട് ആവർത്തിക്കുന്നു. അടുത്ത ദിവസം സ്കൂളിൻ്റെ വെളിയിൽ വെച്ച് ഹോളിയുടെ അടുക്കിലേക്ക് പോൾ വരുന്നു. ഇന്നലെ ഒന്നും സംഭവിക്കാത്തതുപോലെ ദേഷ്യപ്പെട്ട് കാറുമായി ഹോളി പോകുന്നു. അന്നേ ദിവസം രാത്രിയിൽ റോബിക്ക് ജോലിക്ക് പ്രമോഷൻ കിട്ടിയതിൻ്റെ പാർട്ടി നടത്തുന്നു. റോബിൻ്റെ പ്രവൃത്തികൾ മാറി നിന്ന് നോക്കുന്ന ഹോളിയും മറുവശത്തായി പോളും. ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം ദേഷ്യത്തോടെ ഹോളി അവിടെ നിന്ന് പോകുന്നു. പുറകെ പോളും പോകുന്നു. ടീച്ചറെ ആശ്വസിപ്പിക്കാൻ ഒരു ശ്രമം നടത്തുന്നു. പെട്ടെന്ന് ടീച്ചറിനെയും കൂട്ടി ഹോളിയുടെ കാറിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. അവിടെ വെച്ച് ഒരു ചെറിയ സമ്മാനം പോൾ ടീച്ചർക്ക് നൽകുന്നു. ഒരു ചെറിയ കലാപരിപാടികൾക്ക് ശേഷം ഹോളി വീട്ടിലേക്ക് മടങ്ങുന്നു. ഉറക്കമില്ലായ്മ ഒരു ഗുരുതര പ്രശ്നമായി മാറുന്നു. ഒന്നും സംഭവിക്കാത്ത പോലെ അടുത്ത ദിവസം റോബിനെ ജോലിക്ക് പറഞ്ഞു വിടുന്നു. അതിനുശേഷം ആത്മഹത്യ ചെയ്യാനുള്ള പുറപ്പാടാണ് ഹോളിയുടേത്. ഭർത്താവിനും മക്കൾക്കും ഒരു ജോലിക്കാരിയെ മാത്രം മതി. ഒന്നും പറയുവാനോ ചെയ്യുവാനോ പറ്റാത്തൊരവസ്ഥ. മക്കൾക്ക് അമ്മയാണെന്ന ചിന്ത പോലുമില്ല. എന്തെല്ലാം അനാവശ്യങ്ങളാണ് അവർ പറയുന്നത്. അങ്ങനെ തൻ്റെ വിഷമങ്ങളും തനിക്ക് പറയാനുള്ള കാര്യങ്ങളുമെല്ലാം ഒരു കത്തായി എഴുതി വെച്ച് താൻ ഉണ്ടാക്കിയ കേക്കിൽ വിഷം ചേർത്ത് കഴിക്കുന്നു. ഈ നിമിഷം അവിടേക്ക് സഹോദരി ക്ലോറിയ കടന്നു വരുന്നു.
തൻ്റെ പ്രശ്നങ്ങളെല്ലാം ഒരു ശാശ്വതമായ പരിഹാരം നിർദ്ദേശിക്കുന്നു. അവൾ തിരികെ പോകുന്നു. പെട്ടെന്നൊരു മയക്കം സംഭവിച്ച് ഹോളി ബാത്റൂമിൽ വീഴുന്നു. മയക്കം തെളിഞ്ഞു വന്നപ്പോഴേക്കും താൻ വിഷം കലർത്തിയ കേക്ക് മൊത്തം തിന്ന മക്കളും അബോധാവസ്ഥയിലായിരിക്കുന്നു. മനസ്സിൻ്റെ സമനില ആകെ തെറ്റിയൊരവസ്ഥയിലാണ് ഹോളി. പെട്ടെന്ന് കാറ് എടുത്ത് റോബ് ജോലി ചെയ്യുന്ന സൂപ്പർമാർക്കറ്റിലേക്ക് വരുന്നു. ടീച്ചറിന്റെ പ്രവൃത്തികൾ കണ്ട് എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ് പോൾ. സകല ധൈര്യവും സംഹരിച്ച് തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ ആദ്യമായി റോബിനോട് പറയുന്നു. മനസ്സിന്റെ ധൈര്യം ചോർന്നു പോയപ്പോൾ കൈ കരുതിയ തോക്ക് ഉപയോഗിച്ച് സ്വയം വെടിവെച്ച് മരിക്കുന്നു ശുഭം. ഇനിയും ഇതേപോലുള്ള നല്ല വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു.